മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതു ഭാഷയിലെ സാഹിത്യത്തിൻ്റെയും ഉദയരാഗം പാട്ടുകളായിരിക്കും. മലയാള കവിതാ സാഹിത്യ ചരിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ കാവ്യ പാരമ്പര്യം പരിശോധിച്ചാലും നാടൻ പാട്ടുകളിൽ നിന്നോ പാട്ട് കൃതികളിൽ നിന്നോ പാട്ട് പ്രസ്ഥാനത്തിൽ നിന്നുമൊക്കെ ആരംഭിച്ചു വരുന്ന ആ വിശാലമായ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മലയാളത്തിൻ്റെ പിൽക്കാല കവിതയിലും പലപ്പോഴും നാം ഈ പാട്ടിൻ്റെയും നാടൻ ശീലുകളുടെയും ആഴത്തിലുള്ള ബന്ധങ്ങൾ പതിഞ്ഞു കിടക്കുന്ന ചില കവിതകളെ കണ്ടെടുക്കാനാകും. അവയിൽ ചിലത് എല്ലാ കാലത്തേക്കും എല്ലാ കാലത്തിലെ മനുഷ്യർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പാകത്തിന് എല്ലാ കാലത്തെ ചുണ്ടുകളിലും പാടി നടക്കുന്നവയുമാകും. ഏതാണ്ട് ഒരു 7 പതിറ്റാണ്ട് മുൻപ് മലയാളത്തിലെ നിത്യവസന്തമായി മാറിയ രമണൻ്റെ 15ാം പതിപ്പിന് എഴുതിയ അവതാരികയിൽ ജോസഫ് മുണ്ടശ്ശേരി ഒരു വാചകം എഴുതുന്നുണ്ട്. ഇതുപോലൊന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണത്. രമണൻ എങ്ങനെയാണോ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കും ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്കും പാടി മലയാളത്തെ മധുരമാക്കിയത്, അതുപോലൊന്ന് വളരെ നാളുകൾക്ക് ശേഷം മലയാള കവിതയിൽ സംഭവിക്കുന്നത് നാറാണത്തു ഭ്രാന്തൻ എന്ന വി മധുസൂദനൻ നായരുടെ കവിതയിലൂടെയാണ്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിലഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ, നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻകിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടിവലിയുന്ന ദിശയെട്ടുമുപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊൾകേ, ഓർമ്മയിലൊരൂടു വഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു. ഓർമ്മയിലൊരൂടു വഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരമ്മയൊന്നിച്ച്, ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ, പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ, ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ, നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ.
ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ. ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യം ഇമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ. ഈറകളിളം തണ്ടിലാത്മബോധത്തിൻ്റെ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ. ആടിമേഘം പുലപ്പേടി വേഷം കളഞ്ഞാവണിപ്പൂവുകൾ നീട്ടും കളങ്ങളിൽ. അടിയാർ പിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്തസ്വരിതയജ്ഞവാടങ്ങളിൽ. വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മതവാദ വിഭ്രമച്ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിലുയിരിട്ടൊരാശമേലാര്യത്വമൂർജരേണുക്കൾ ചൊരിഞ്ഞതും. 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ, 12 കൈയിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ, 12 കൈയിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ, നീചരാശിയിൽ വീണുപോയിട്ടോ, ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ, താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്തമാം ദുർമതത്തിൻ മാദനക്രിയായന്ത്രമോ, ആദിബാല്യം തൊട്ടു പാലായി നൽകിയോരാന്ധ്യം കുടിച്ചും തെഴുത്തും മുതിർന്നവർ, 10 കൂറായി കൂറ്റുറപ്പിച്ചവർ, എൻ്റെ എന്നാർത്തും കയർത്തും ദുരാചാര രൗദ്രത്തിനംഗം കുറിക്കുന്നതും ഗൃഹഛിദ്രഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട്, പൊരുളിൻ്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട്, കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ, കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ, പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുംകാലനത്തിയും ഇരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി, ആകാശഗർഭത്തിൽ ആത്മതേജസ്സിൻ്റെ ഓങ്കാരബീജം തിരഞ്ഞും എല്ലാരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും, എല്ലാരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും. ഉടൽ തേടി അലയും ആത്മാക്കളോടദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ, ഉടൽ തേടി അലയും ആത്മാക്കളോടദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ, ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ, ഉറവിൻ്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ. ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങൾ അലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവെട്ടി പേറി അടരാടുന്ന നേരം, നാദങ്ങളിൽ സർവനാശമിടിവെട്ടുമ്പോൾ, ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ, അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ, വീണ്ടുമൊരു നാൾ വരും, വീണ്ടുമൊരു നാൾ വരും, എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളുമീ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവൻ്റെ അഴലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിഴ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും. അതിലെൻ്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും. അതിലെൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അണുരൂപമാർ നടയിരിക്കും. അതിനുള്ളിലൊരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന്
ഒരു പുതിയ മാനവനുയിർക്കും. അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും. ഒക്കെയൊരു വെറും ഭ്രാന്തൻ്റെ സ്വപ്നം, നേരുന്ന താൻ തൻ്റെ സ്വപ്നം. ഒക്കെയൊരു വെറും ഭ്രാന്തൻ്റെ സ്വപ്നം, നേരുന്ന താൻ തൻ്റെ സ്വപ്നം. മലയാളത്തിന് ആരായിരുന്നു ഉള്ളൂരസ് പരമേശ്വരയ്യർ എന്ന് ചോദിക്കുമ്പോൾ ആരായിരുന്നില്ല ഉള്ളൂരെന്ന് വാസ്തവത്തിൽ തിരിച്ച് ചോദിക്കേണ്ടി വരും. ഉള്ളൂര് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന ഒരു കവിയെന്നും മഹാകവിയെന്നും ഒക്കെ പേരെടുത്ത് വിളിക്കുമെങ്കിലും ഏതാണ്ട് 5ഓളം വരുന്ന ബൃഹതായ കേരള സാഹിത്യ ചരിത്രം മുതൽ നൂറുകണക്കിന് കവിതകളും ഖണ്ഡകാവ്യങ്ങളും ചമ്പൂകൃതികളും നാടകം എന്ന് വേണ്ട അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും നിസ്സാരമായി നമ്മൾ തോന്നുന്ന ബാലസാഹിത്യ കൃതികൾ കാക്കേ കാക്കേ കൂടവിടെ എന്ന കവിത മുതൽ ഉമയമ്മ റാണിയുടെ ചരിത്രം പറയുന്ന ഉമാകേരളം എന്ന മഹാകാവ്യം വരെ ഉള്ളൂരിൻ്റെ പക്കലുണ്ട്. ഉള്ളൂരിൻ്റെ കവിതകളിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം കേട്ടിരിക്കുക ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ എന്ന് തുടങ്ങുന്ന പ്രേമസംഗീതം എന്ന കവിതയായിരിക്കും. ജീവാത്മാവും തമ്മിലും ജീവാത്മാവും പരമാത്മാവും തമ്മിലുമുള്ള അതിദൃഢവും സുന്ദരവുമായ ആ പ്രേമത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ് പ്രേമസംഗീതം. മലയാളത്തിൻ്റെ പ്രണയോപനിഷത്ത് എന്ന് കവിതാസാഹിത്യ ചരിത്രത്തിൽ ലീലാവതി ടീച്ചർ ആ കൃതിയെപ്പറ്റി എഴുതുന്നുണ്ട്. നമുക്ക് ആസ്വദിക്കാം പ്രേമസംഗീതം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗ ദയാദിവ പുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിനൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്നഹോ, തമസ്സാമതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. മാരണദേവതയാമതു മാറ്റും മണവറ പട്ടടയായി, മടുമലർവാടിക മരു പറമ്പായി വാനം നാരകമായി. പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി, ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാർത്ഥസംഖ്യം പരമാണുഗണം പരസ്പരം ചേരും, ശരീരമുടയോ നല്ലീ സകലം ചരാചരഗ്രാമം. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും, പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പേർത്തും തമ്മിൽ പൃഥ്വിതേജോ വായുവാകാശങ്ങൾ, പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പു സംഹൃതിയിൽ. വരിഞ്ഞു നിൽപ്പൊരു സുമമളിയേത്തൻ വിശിഷ്ടഗന്ധത്താൽ, വിവിക്ത വിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ. മധുവ്രതത്തിനു മടുമലർ വേണം മനം കുളിർപ്പിപ്പാൻ, മലർന്ന പൂവിനു വണ്ടും വേണം മന്നിതു വിണ്ണാവാൻ. പ്രജഗജഗത്തിൽ സുകൃതി ഗജായ പതികൾ നടും ശുഭമായി, പരസ്പര പ്രണയാമരതരുവിൻ ഫലപ്രകാണ്ഡങ്ങൾ. ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹദകാലത്തിൽ, ചുമന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്രീ.
പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ഠന്മാർ പ്രേയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പതേ പതേ നാം പ്രമുദിതർ കാൺമൂ ഭവാബ്ധി ഗോഷ്പദമായി പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ പ്രപഞ്ചമസ്മദ്വചനാമ്രേടന പണ്ഡിതമാം കീരം പ്രപഞ്ചമസ്മൽ ഭാവവിഡംബന പാടവമാർന്ന നടൻ പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്വൂ പ്രപഞ്ചമരുൾവൂ പട്ടും വെട്ടും പകരത്തിനു പകരം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേലമൃതമയം പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിൽ എങ്ങങ്ങില്ലീതരേതരയോഗം പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പ്രഥമാത്മഗുണം പരസ്പര പ്രേമം മനവും മിഴിയും നാവും കരവും മന്നിൻ മാലകലാൻ മഹാനുകമ്പാമസൃണിതമാക്കും മനുഷ്യർ ദേവന്മാർ പാഷാണൌഷധി പക്ഷിമൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതി ലസിപ്പൂ നമുക്കു ചുറ്റും പരമോത്സവദാത്രി പേർത്തും നമ്മിലും അവയിലുമൊപ്പം പ്രേക്ഷിപ്പോർക്കെല്ലാം പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം ഉലകാമുത്തമവിദ്യാലയമിതിലുപകാരോപനിഷത്തോതി കോനവനുപദേശിപ്പതു ഉറക്കവേ കേൾക്കാം ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോദപ്രോദങ്ങൾ അടുത്തു നിൽപ്പോരനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അഹോ ജയിപ്പു ജഗദാധാരമൊരദ്ഭുത ദിവ്യമഹസ് അഖണ്ഡമദ്വയമചിന്യ വൈഭവം അനാദിമധ്യാന്തം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻ പുലയനിലുണ്ടാദിത്യനിലുണ്ടണുകൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം അരജർക്കരജനുമടിമൈക്കടിമയുമഭിന്നരുള്ളിലവർ അതിൽ കൊളുത്തിന തിരിതാൻ കത്തുവതന്തക്കരണാഖ്യം നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകഗണമിതിൽ ഞാനുമൊരൽപാംഗം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം അരങ്ങുലയ്ക്കാൻ അരജന്മതിയാമതിനു കൊഴുപ്പേകാൻ അനുചരനാവാമണിയാടകളല്ല അഭിനയമതു സിദ്ധം പരാപരാത്മൻ ഭക്ത്യഭിഗമ്യൻ ഭവാനയാർ കാൺമൂ ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ലാഞ്ഞാൽ
പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം. പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലേ. ഭവാനധീനം പരമെന്നുടലും പ്രാണനുമവ രണ്ടും. പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം. ഭവാനധീനം പരമെന്നുടലും പ്രാണനുമവ രണ്ടും. പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം. പ്രഭോ നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ പ്രിയ കവി സുഗതകുമാരി ടീച്ചർ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ടീച്ചറിനെ കാണാൻ നന്ദാവനത്തുള്ള ടീച്ചറിൻ്റെ വസതിയിലേക്ക് പോയി. അന്ന് ആരോഗ്യപരമായ ഒത്തിരി വിഷമതകൾ ടീച്ചർ അനുഭവിക്കുന്ന സമയമാണ്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന ആ സമയത്തും ടീച്ചർ ഒരു ആശുപത്രി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന സമയമാണ്. അപ്പോൾ അധിക സമയമൊന്നും ടീച്ചർക്ക് സംസാരിക്കാനും ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും ഞാൻ ടീച്ചറെ കാണാനായിട്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കളർ പെൻസിലുകൾ കൊണ്ട് വരച്ച ടീച്ചറിൻ്റെ ഒരു ചെറിയ ചിത്രമൊക്കെ എൻ്റെ കൈവശമുണ്ട്. അതൊക്കെ നോക്കി മൂർധാവിലിങ്ങനെ തൊട്ട് അനുഗ്രഹമൊക്കെ തന്ന സമയത്ത് ഞാൻ ടീച്ചറിൻ്റെ അമ്പലമണികൾ എന്ന പുസ്തകം അതിലൊരു ഓട്ടോഗ്രാഫ് പതിക്കാനായിട്ട് ടീച്ചറിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ വിറയാർന്ന കൈവിരൽ കൊണ്ട് ഒരു ചെറിയ ഒപ്പൊക്കെ പതിച്ചു തന്നിട്ട് ടീച്ചർ പറയുകയുണ്ടായി, അമ്പലമണികൾ എൻ്റെ പ്രിയപ്പെട്ട കവിതയാണ് എന്ന്. അമ്പലമണികളെ പിന്നീട് എപ്പോൾ വായിക്കുമ്പോഴും അതിനെപ്പറ്റി കേൾക്കുമ്പോഴും ഒക്കെ നമ്മോടൊപ്പം ഇന്നില്ലാത്ത, എന്നാൽ എല്ലാ സമയത്തും ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു വല്ലാത്ത അനുഭവമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സുഗതകുമാരി ടീച്ചറിനെ പറ്റി ഓർമ്മ വരും. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മണ്ണിൽ പതിഞ്ഞ പാദങ്ങൾ മാഞ്ഞു പോകാം, മനസ്സിൽ പതിഞ്ഞ പാദങ്ങൾ മാഞ്ഞു പോകില്ല എന്ന്. സുഗതകുമാരി ടീച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ മണ്ണിൽ പതിഞ്ഞ പാദങ്ങൾ പോലും ഇനിയും മാഞ്ഞു പോയിട്ടില്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ പ്രകൃതിയോടും മനുഷ്യരോടും എല്ലാം ഇത്രയും സ്നേഹത്തോടെ വിശ്വത്തിൻ്റെയും ഒരു പരിപാലകയായി ടീച്ചർ എത്ര നാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുകൂടി വയ്യ. അമ്പലമണികൾ എന്ന കവിതയെപ്പറ്റി നാം മുന്നേ പറഞ്ഞുവല്ലോ. ആ കവിതയിൽ ഒരു പൊട്ടിയ മണിയെപ്പറ്റി ടീച്ചർ പറയുന്നുണ്ട്. ഒരു പൊട്ടിയ മണിയാണെങ്കിൽ കൂടി അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം എന്നതുപോലെ ഏറ്റവും നിസ്സാരവും ചെറുതുമായ ചില പ്രവർത്തനങ്ങൾ പോലും അത് ഉണ്ടാക്കിത്തരുന്ന അർത്ഥങ്ങൾ, അത് ഉണ്ടാക്കിത്തരുന്ന മാറ്റം, അത് എത്ര വലുതാണ് എന്ന് ജീവിതം കൊണ്ട് നമ്മെ കാണിച്ചു തന്ന ആൾ കൂടിയാണ് പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറിൻ്റെ മനോഹരമായ ഒരുപക്ഷെ ആത്മാംശം കൂടി അടങ്ങിയിരിക്കുന്ന ആ കവിത നമുക്ക് ആസ്വദിക്കാം. കാണുവിനിടിഞ്ഞൊരീ ഗോപുരം, വാവലുകൾ വീണു തൂങ്ങുന്നു തൃക്കോവിൽ, വീടൂന്നി നിൽക്കുന്നു കിഴവനരയാൽ, പായൽ മൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപധാരിണികൾ തൻ ശൂന്യഹസ്തം. അതിശാന്തമാം ഗാഢമൂകത തനിച്ചു ഞാനതു നോക്കിയോർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനെയൊരാർദ്രമാം മണിയൊച്ച, അല്ലിൽ തനിച്ചിവിടെയാരോ മണിമുട്ടിയാരെ വിളിച്ചുണർത്തുന്നു. ഞാനിരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണിയൊന്നതാ തൂങ്ങുന്നു, കാറ്റിലാ നേർത്തനാദം തുളുമ്പുന്നു. ഒരു കയ്യുമതിനെ തൊടേണ്ട അസ്പൃശ്യയാം മുനികന്യയായി തപം ചെയ്വൂ. അറ്റമുടവാർന്നൊരീ അമ്പലമണിക്ക് നാവൊട്ടിടറിയെങ്കിലും പാടാം, ആരു കേൾക്കാൻ കല്ലുമാത്രമായി മാറിയൊരു തേവരോ തേവരെ കട്ടുവിൽക്കാൻ വന്നു ദൂരെ പതുങ്ങി നിന്നോരോ കരിഞ്ചിറകു പടപടയടിച്ചു ചുഴലുന്നൊരീ വാവലിൻ പടകളോ
ഖിന്നയാം രാവോ. കാറ്റിലാടുന്നൊരീ മണി ഓട്ടുമണി പണ്ടു വാർത്തു കൊടും ചൂടിലാരോ തൂക്കി കരം കൂപ്പി വഴിപാടു തിരുനടയിലാർക്കോ മനസ്സു തണുവാർന്നു. അന്നിവിടെ ദീപങ്ങൾ കത്തി നിന്നു, പൂക്കൾ കുന്നുപോൽ കൂടിക്കിടന്നു. അന്നു നറുചന്ദനം ചാർത്തിയൊരു ദേവന്റെ മുന്നിലിത് പൊന്നുളി ചൊരിഞ്ഞു. കാറ്റു തൊട്ടാൽ പാട്ടുപാടുമീ മണിയെന്നു നാട്ടുകാർ കുതുകമോടണഞ്ഞു. അറ്റമുടവാർന്നൊരീ മണി ഓട്ടുമണി കാറ്റു തട്ടിടുകിലിപ്പോഴും അപസ്വരം പാടുമിതു കേട്ടു നിൽക്കാനിപ്പോഴാരോ. ഇവിടെ ഈ ചന്തതൻ കലപിലയിലാൾ തിരക്കിൽ, ഇവിടെ ഈ നേതാക്കളലറുന്ന മൈതാനമരുഭൂവിലീ നാദമാർക്കോ. ഇവിടെ ചലച്ചിത്രശാലകളിൽ നിർലജ്ജ മതഗാനലഹരികൾ പതഞ്ഞിടുമ്പോൾ തളർന്നിടറിവരുമീ നാദമാർക്കോ. ആളൊഴിഞ്ഞു ദീപമാലകളണഞ്ഞു, ഉള്ളിൽ ദേവനുമുറങ്ങി ഇരുളാർന്നു. ഒടുവിലാ നടചാരി വേവുന്ന വയറുമായി എവിടെയോ പൂജാരി പോയി. എന്തിനിയൊറ്റയ്ക്കു തൂങ്ങുമീ മണിയൊരേ മന്ത്രനാദം മുഴക്കുന്നു. എങ്കിലുമിതിൻ ധർമ്മമിത്, എങ്കിലുമിതിൻ ധർമ്മമിത്, സുസ്വരം മാഞ്ഞുവെങ്കിലുമിതോർത്തു പാടുന്നു. പൊട്ടിയ ചിലമ്പിച്ചൊരൊച്ചയിൽ കൂരിരുളിലൊറ്റയ്ക്കു പാടി നിൽക്കുന്നു. മണ്ണിലിരുൾ താനുറങ്ങിയ ഖനിക്കുള്ളിൽ വന്ന കൈക്കോട്ടിനെപ്പറ്റി, ഏതോ തപസ്സിന്റെ ചൂടിൽ സ്ഫുടം ചെയ്ത ജാതവേദസ്സിനെ പറ്റി, നാദകലയിതു തന്നിലുൾ ചേർത്തിണക്കിയോരാദിമോഷസ്സിനെ പറ്റി, തന്നെ ഈ തിരുനടയിൽ വച്ചു കണ്ണീരൊപ്പി നിന്നൊരാ കൈകളെ പറ്റി, ഉള്ളിലെന്നും മുഴങ്ങുന്നൊരോങ്കാരമാം കല്യതേജസ്സിനെ പറ്റി. ഈ മണി തനിച്ചെന്നു പാടുമ്പോൾ ഇപ്പോഴും ജീവചൈതന്യമുണരുന്നു. അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നു, പൊൻതിടം വെഴുന്നള്ളിടുന്നു. പൊന്നണിഞ്ഞേഴാന ചെവിയാട്ടി നിൽക്കുന്നു. വന്നു തിങ്ങുന്നു ജനങ്ങൾ, നിറമാറിൽ ദീപനിരബിംബിച്ചു. തൂണുകളിലണിയിട്ടു മോഹിനികൾ നിൽക്കേ, 100 കൈത്താരുകൾ ഉയരുന്നു. മണികൊട്ടി ഭഗവാനെ വിളികൂട്ടി നീളുന്നു. കേൾക്കുവാനാളില്ല, ആർക്കുമേ വേണ്ട ഈ ദീർഘമാം രാത്രിയിൽ സുധീരം. അമ്പലത്തിരുനടയിലേക്കയായി സംഗീത ബിന്ദുവായി നിന്നിടുന്നോളേ. അറ്റം പിളർന്നടർന്നെങ്കിലും നിന്നാദം ഒട്ടുകടഞ്ഞുവെന്നാലും, തൊട്ടുപോയി കാറ്റെങ്കിലുണരുന്ന നിന്നെ ഞാൻ തൊട്ടെൻ്റെ കണ്ണിൽ വയ്ക്കട്ടെ. തൊട്ടുപോയി കാറ്റെങ്കിലുണരുന്ന നിന്നെ ഞാൻ തൊട്ടെൻ്റെ കണ്ണിൽ വയ്ക്കട്ടെ. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും
ചന്ദനാമോദം കലർന്ന ഭാഷേ.